നമസ്തേ. നമ്മളെല്ലാവരും ഒരുപക്ഷെ യോഗ ചെയ്യുന്ന ആളുകളായിരിക്കാം നമ്മളെല്ലാവരും. പക്ഷെ എന്താണ് യോഗ? നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് യോഗ എന്നുള്ളത്? യഥാർത്ഥത്തിൽ യോഗയുടെ ഒരു മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിച്ചേരുക. കൂടിച്ചേരുക എന്നുള്ളതാണ് യോഗയുടെ ഒരു മീനിങ്. യുജ് എന്നുള്ള സംസ്കൃത വാക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടിച്ചേരുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് യോഗയ്ക്കുള്ളത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഹഠയോഗ സമ്പ്രദായങ്ങളാണ്. യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഹഠയോഗ സമ്പ്രദായങ്ങളാണ്. അതായത് യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആസനാസ് ചെയ്യുന്നുണ്ട്, യോഗയുടെ ഭാഗമായിട്ട് പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, യോഗയുടെ ഭാഗമായിട്ട് മുദ്രകൾ, ബന്ധാസ്, ക്രിയാസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് ഹഠയോഗയുടെ ഭാഗമാണ്. നമ്മൾ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ, അതായത് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്നുള്ള ബുക്കിലുണ്ട്, അല്ലെങ്കിൽ വിവേകാനന്ദ സാഹിത്യ സർവസ് എന്നുള്ള ബുക്കിൽ വിവേകാനന്ദൻ ഹഠയോഗേനെ ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഹഠയോഗയല്ല വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് യോഗ? നമ്മൾ ചെയ്യുന്ന ഹഠയോഗയാണ്. അത് സ്വാമി വിവേകാനന്ദൻ അതല്ല, അതിൻ്റെ അപ്പുറം ഒരു തലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു തലം?